വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടായപ്പോൾ ഉള്ള അവസ്ഥകളും കാര്യങ്ങളും മാത്രമാണ് ഇതിലൂടെ പറയണത്. അതുപോലെ സ്റ്റെയർ കേസിൻ്റെ വർക്കിൻ്റെ ഇടയിൽ സ്റ്റെപ്പ് പൊട്ടിയിട്ടാണ് ഞാൻ വീണതിനെ തുടർന്ന് എനിക്ക് നട്ടലിൻ്റെ അവിടെ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് പിന്നെ ഇണങ്ങാനൊന്നും പറ്റിയിരുന്നില്ല. അതായത് അരക്ക് കീഴ്പോട്ട് ഫുള്ള് തളർന്ന പോലെയായിരുന്നു. ഫുള്ള് കാല് പോലും കയ്യും നനക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഭയങ്കര ഡിപ്രഷനും പ്രഷറും നന്നായി ഉണ്ടായൊരു സിറ്റുവേഷനാണ് ആ സമയത്ത്. എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് ഉണ്ടായത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ബെറ്റർ ആക്കാൻ പറ്റിയത് അങ്ങനെയാണ്. അപ്പോൾ അപ്പുറത്തുള്ള പണിക്കാരെല്ലാം പെട്ടെന്ന് ഓടി വന്ന് എടുത്ത് മാറ്റി കിടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നട്ടലിൻ്റെ അവിടെയാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്. അപ്പോൾ കയ്യും കാലും പിടിച്ചിട്ട് പൊക്കരുത്, നട്ടലിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് വേണം എടുക്കാനെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് നല്ല രീതിയിൽ തന്നെ ആ സമയത്ത് അതുപോലെ ചെയ്ത കാരണം എനിക്ക് സ്പൈനലിന് വലിയ ഡാമേജ് ഒന്നും പറ്റിയില്ല. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ആംബുലൻസ് വന്നപ്പോൾ അതിൽ സ്ട്രക്ചറിൽ കയറ്റി. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തണ വരെ അതായത് അരക്ക് കീപ്പോട്ട് തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ പറ്റണില്ല, കാല് എനക്കാനേ പറ്റണില്ല. അപ്പോൾ പരമാവധി ട്രൈ ചെയ്ത് അവസാനം എൻ്റെ 2 വിരലിൽ എനിക്ക് കിട്ടി. അപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസം കിട്ടി. അതുവരെ ഞാൻ ചത്ത അവസ്ഥയായിരുന്നു. വേറൊന്നുമല്ല, അപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക, ടെൻഷനും കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അപ്പോൾ അപ്പം തന്നെ വലിയൊരു ആശ്വാസമായി, കാലം നനങ്ങി കിട്ടിയപ്പോൾ. പിന്നൊന്ന് കൂളായി, ഓട്ടോമാറ്റിക്കലി കൂളായി. മെഡിക്കൽ കോളേജിലാണ് പോയിണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിൽ പോയി അന്നാണെങ്കിൽ അവിടെ ഒരു വലിയൊരു സ്ട്രൈക്കും കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. അതായത് ഒരു ജയിൽ പുള്ളി ഒരു ഡോക്ടർ തന്നെയാണ്, നഴ്സിനെയാണ് കുത്തി കൊലപ്പെടുത്തിയ സംഭവം നടന്ന സമയത്ത് അവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടെ കിടത്തിയെന്നല്ലാണ്ട് അവർ നമ്മളൊന്നും തിരിഞ്ഞ് നോക്കണ പോലും ഇല്ല. അവിടെ ഉള്ളവർ വരെ നോക്കണില്ല. അപ്പം അങ്ങനെ യൂറിൻ പോകാതെ ആയപ്പോൾ ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറ്റി. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും അവിടെ അറ്റത്തിരുന്ന് വർത്തമാനം പറയാന്നല്ലാണ്ട് അവരാരും തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പെയിൻ ഭയങ്കരമായിട്ട് കൂടി, സഹിക്കാൻ പറ്റാത്ത വേദനയായി. ഇണങ്ങാനേ പാടില്ല, ഇണങ്ങാതെ കിടക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി പിന്നെ ജൂബിലിയിലേക്കായി. അപ്പോൾ അവിടെ പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റായി. പ്രശ്നം കാര്യങ്ങളും കഴിഞ്ഞു. 100% സക്സസ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ ഒരു 2-3 ആഴ്ച കിടപ്പന്നെയായിരുന്നു. നമ്മുടെ ശാരീരിക പ്രവർത്തനം കംപ്ലീറ്റ് താളം തെറ്റിയൊരു സമയമായിരുന്നു. വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ 10-11 കിലോ പെട്ടെന്ന് കുറഞ്ഞു. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചൂനമരയ്ക്കൊന്നും ഇല്ലാതെയായി. പിന്നെ ബ്ലഡ് കയറ്റേണ്ടി വന്നു. അങ്ങനെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു.